യെസ്, അങ്ങനെ വോട്ടെടുപ്പ് ഒരു വശത്ത് പുരോഗമിക്കുമ്പോൾ നടി ആക്രമിച്ച കേസിൽ ഇന്നലെ നിർണായകമായ വിധി വന്നിരുന്നു. അതിന്റെ അലയൊലികൾ ഇപ്പോഴും അടങ്ങുന്നില്ല. നേതാക്കളുടെയൊക്കെ പ്രതികരണങ്ങൾ ദിലീപിനെ കുറ്റവിമുക്തനാക്കിയത് തന്നെയായിരുന്നു ഇന്നലെ പുറത്തു വന്ന വിധിയിലെ ഏറ്റവും ശ്രദ്ധേയമായ ഭാഗം. തീർച്ചയായും അതിനുശേഷമുള്ള പ്രതികരണങ്ങൾ ഏറെ ശ്രദ്ധേയമാണ്. കാരണം പ്രതികൂലിച്ചുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ 8 വർഷമായി കണ്ടുകൊണ്ടേയിരിക്കുകയാണ്. അതിന്റെ ഒരു തുടർച്ച എന്നുള്ള രീതിയിൽ തന്നെയാണ് ഈ വിധി വന്നതിന് ശേഷമുള്ള പ്രതികരണത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും ഈ വിഷയത്തിൽ ദിലീപിനെ പിന്തുണച്ച UDF കൺവീനർ അടൂർ പ്രകാശ് രംഗത്ത് വന്നിരിക്കുകയാണ്. ദിലീപിന് നീതി ലഭ്യമായെന്നും അതിൽ വ്യക്തിപരമായ സന്തോഷമുണ്ടെന്നുമാണ് അടൂർ പ്രകാശ് ഇന്ന് രാവിലെ പറഞ്ഞത്. മാത്രമല്ല സർക്കാർ അപ്പീലിന് പോകുന്നതിനെയും അടൂർ പ്രകാശ് പരിഹസിക്കുന്നുണ്ട്. മറ്റു പണിയൊന്നുമില്ലല്ലോ എന്നായിരുന്നു അടൂർ പ്രകാശിന്റെ ഈ വിഷയത്തിലുള്ള പരിഹാസം. ആദ്യം അതൊന്ന് കണ്ടുവരാം. എന്നുള്ള നിലയിൽ ആ കുട്ടിയോടൊപ്പം ഒക്കെയാണ് ഞങ്ങൾ എന്ന് പറയുമ്പോഴും ഒരു നീതി എല്ലാവർക്കും കിട്ടണം. ഇപ്പോൾ ശ്രീ ദിലീപിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് നീതി ലഭ്യമായി എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ള ഒരു വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം. അദ്ദേഹം ഒരു കലാകാരൻ എന്നുള്ള നിലയിൽ മാത്രമല്ല, അദ്ദേഹവുമായി നേരിട്ട് ബന്ധമുണ്ടായിരുന്ന ഒരു വ്യക്തി കൂടിയാണ് ഞാൻ. തീർച്ചയായിട്ടും ദിലീപിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ഒരു നീതി ലഭ്യമായി. കോടതി, അത് ബഹുമാനപ്പെട്ട കോടതി തന്നെയാണ് ആ നീതി. ദിലീപിനെ വേട്ടയാടിയെന്നാണ് അങ്ങ് പറഞ്ഞു വെക്കുന്നത്. അല്ല, ഞാൻ അങ്ങനെയല്ലല്ലോ പറഞ്ഞത്. ഞാൻ പറഞ്ഞത് ഒരു അതിപ്പോൾ ദിലീപ് തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ, ഉന്നത പോലീസ് ഉദ്യോഗസ്ഥയുടെ നേതൃത്വത്തിൽ ആണ് കുറേ പോലീസുകാരുടെ ഉണ്ടാക്കിയെടുത്ത ഒരു കേസുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഇതൊക്കെ നടന്നത് എന്ന് ദിലീപ് പറഞ്ഞിട്ടുണ്ട്. അത്തരം കാര്യങ്ങളൊക്കെ നിരീക്ഷണം നടത്തേണ്ടതാണ്. അതിപ്പോൾ ഞാൻ അല്ല അതിന്. പക്ഷേ ആ അറസ്റ്റ് സർക്കാർ രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടി ഉപയോഗിച്ചിട്ടുണ്ടോ? അല്ല, അത് ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ അല്ലെങ്കിൽ ഇന്നലെ അതിൻ്റെ വിധി വന്നപ്പോൾ പല തരത്തിലുമുള്ള അഭിപ്രായങ്ങൾ കേട്ടപ്പോൾ എനിക്കും അങ്ങനെയൊക്കെ തോന്നി. നന്ദുഷ പത്തനംതിട്ടയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകും. നന്ദു, കോൺഗ്രസിലെ മറ്റ് നേതാക്കൾ, ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് VD സതീഷിനടക്കം KPCC പ്രസിഡന്റ് അടക്കം ഉമാ തോമസ് അടക്കമുള്ള വനിതാ നേതാക്കൾ അടക്കമുള്ളവരെല്ലാം ഇരയ്ക്ക് അതിജീവിതയ്ക്ക് പൂർണ്ണമായ നീതി ലഭ്യമായില്ല എന്ന സ്റ്റാൻഡ് എടുത്തപ്പോൾ UDF കൺവീനർ അടൂർ പ്രകാശ് മറിച്ചൊരു നിലപാടെടുക്കുന്നു. ദിലീപിനെ പിന്തുണയ്ക്കുന്നു, ദിലീപിന് നീതി ലഭ്യമായിരിക്കുന്നു എന്ന ഒരു ശ്രദ്ധേയമായ പ്രസ്താവന നടത്തുന്നു. എന്താണ് അദ്ദേഹം അവിടെ പറഞ്ഞത്? ദിലീപിന് പൂർണ്ണമായും അനുകൂലമായി നിൽക്കാൻ എന്ത് ഘടകങ്ങളൊക്കെയാണ് അദ്ദേഹം കൂട്ടി വായിക്കുന്നത്? സൈഫു, ഈ വോട്ട് ചെയ്യാൻ എത്തിയതിനു ശേഷം നടത്തിയ മാധ്യമ പ്രതികരണത്തിലാണ് നടിയെ ആക്രമിച്ച കേസിന്റെ വിധിയുമായി ബന്ധപ്പെട്ട ചോദ്യത്തിന് അദ്ദേഹം മറുപടി നൽകിയത്. ദിലീപുമായി വ്യക്തിപരമായി വർഷങ്ങളുടെ പരിചയമുണ്ട്. ഇന്നലെ വന്ന വിധിയിൽ ദിലീപിന് നീതി ലഭിച്ചു. അദ്ദേഹം ഈ പറയുന്ന പോലെ തന്നെ അദ്ദേഹത്തിന് നീതി ലഭിച്ചതിൽ വ്യക്തിപരമായി സന്തോഷമുണ്ട് എന്നുമാണ് അടൂർ പ്രകാശ് ആദ്യം തന്നെ പറഞ്ഞു വെച്ചത്. അതോടൊപ്പം തന്നെ സർക്കാർ അപ്പീലിന് പോകുമല്ലോ എന്ന ചോദ്യത്തിന് അവർക്കതാണല്ലോ പണി, അവർക്കത് മാത്രമാണല്ലോ പണി എന്നുമാണ് UDF കൺവീനർ വ്യക്തമാക്കിയത്. അതോടൊപ്പം മറ്റൊരു കാര്യം കൂടി അദ്ദേഹം പറയുന്നുണ്ട്. ഈ നടിയെ ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ട ദിലീപിന്റെ അറസ്റ്റ് ഉൾപ്പെടെ സംസ്ഥാന സർക്കാർ രാഷ്ട്രീയ ലാഭത്തിനായി ഉപയോഗിച്ചു എന്ന ഒരു പ്രതികരണം കൂടി അദ്ദേഹം പറയുന്നുണ്ട്. ഏതായാലും ഇതുവരെ വന്ന, അതായത് ഇന്നലെ ഈ ദിലീപിന്റെ കേസ് അല്ലെങ്കിൽ നടിയെ ആക്രമിച്ച അതുമായി ബന്ധപ്പെട്ട കേസിന്റെ വിധി വന്നതിന് ശേഷം ദിലീപ് കുറ്റവിമുക്തനായതിനു ശേഷം നടന്ന രാഷ്ട്രീയ പ്രതികരണങ്ങളിലൊക്കെ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായൊരു പ്രതികരണമാണ് ഇന്ന് അടൂർ പ്രകാശിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായത് എന്നുള്ളത് വ്യക്തമാണ്. കാരണം എല്ലാവരും അവൾക്കൊപ്പം എന്ന നിലപാടിൽ ഉറച്ചു നിന്നപ്പോൾ, പ്രതിപക്ഷവും ഭരണപക്ഷ ഭേദമില്ലാതെ എല്ലാവരും അത്തരത്തിലുള്ള നിലപാടാണ് സ്വീകരിച്ചതെങ്കിൽ കേസിലെ 8ാം പ്രതിയായിട്ടുള്ള, ഇന്നലെ വരെ പ്രതിയായിരുന്ന ദിലീപിനെ കുറ്റവിമുക്തനാക്കിയ ആ ഒരു നടപടിയിൽ ഏറെ സന്തോഷം പ്രകടിപ്പിച്ചുകൊണ്ടുള്ള ഒരു പ്രതികരണമാണ് അടൂർ പ്രകാശിന്റെ ഭാഗത്തു നിന്ന് പുറത്തു വന്നത്. അത് ചിലപ്പോൾ ദിലീപുമായിട്ടുള്ള വ്യക്തിബന്ധത്തിന്റെ പുറത്തുണ്ടായ ഒരു സന്തോഷം കൂടിയായിരിക്കാം. എന്നിരുന്നാൽ പോലും ഇതുവരെ പുറത്തു വന്ന കോൺഗ്രസ് നേതാക്കളുടെ ഉൾപ്പെടെ പ്രതികരണങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ ഒരു പ്രതികരണമാണ് UDF കൺവീനറിന്റെ ഭാഗത്തു നിന്ന് പുറത്തു വന്നത്. അതോടൊപ്പം സംസ്ഥാന സർക്കാരിന്റെ വിഷയത്തിൽ നിശിതമായി വിമർശിക്കുകയും ചെയ്യുന്നുണ്ട്. അദ്ദേഹം രാഷ്ട്രീയ ലാഭത്തിനായി ഈ വിഷയം ഉപയോഗിച്ചു എന്നാണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നത്. അതോടൊപ്പം ഒരു വനിതാ പോലീസ് ഉദ്യോഗസ്ഥയ്ക്കെതിരെ, മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ ദിലീപ് ഇന്ന് നടത്തിയ ആരോപണവും അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അത്തരമൊരു ആരോപണത്തിൽ കഴമ്പുണ്ട് എന്ന് തന്നെയാണ് UDF കൺവീനർ പറഞ്ഞു വെക്കുന്നത്. ഏതായാലും ദിലീപിന് പിന്തുണ നൽകിക്കൊണ്ടുള്ള ഒരു പ്രതികരണം തന്നെയായിരുന്നു അടൂർ പ്രകാശിന്റെ ഭാഗത്ത് നിന്ന് ഈ തെരഞ്ഞെടുപ്പ് ദിവസം രാവിലെ നടത്തിയ മാധ്യമ പ്രതികരണത്തിലുണ്ടായത്. സേഫ്.
ശരി, ഏതായാലും നന്ദുഷ സൂചിപ്പിച്ചതുപോലെ തന്നെ വിധി വന്ന ശേഷമുള്ള നേതാക്കളുടെ പ്രതികരണം നോക്കിയാൽ എല്ലാവരിൽ നിന്നും വ്യത്യസ്തമായൊരു നിലപാടാണ് ഇപ്പോൾ അദ്ദേഹം സ്വീകരിക്കുന്നത്. സ്വീകരിച്ചിരിക്കുന്നത്.